അപ്പം വാട്ടർ നമുക്കറിയാം കളർലെസ് ആയിട്ടുള്ള, ടേസ്റ്റ്ലെസ് ആയിട്ടുള്ള, ഓർഡർലെസ് ആയിട്ടുള്ള ഒരു ലിക്വിഡാണ്. എത്ര കുറവാണല്ലേ ജനങ്ങൾക്ക് ഉപയോഗിക്കുവാനുള്ള, നമുക്ക് ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള വെള്ളത്തിന്റെ ശതമാനം നോക്കിക്കേ. സി, റെയിൻ, സ്നോ, സ്ലീറ്റ്, ഹെയിൻ, ഡിഫറെന്റ് ഫോംസ് ആണ്. പ്രസിപ്പിറ്റേഷനിലെ ഡിഫറെന്റ് ഫോംസ് ആണ്. ഈ വോൾ പ്രോസസ്സ് പിന്നെയും ഇങ്ങനെ ഒരു സൈക്കിൾ പോലെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് വാട്ടർ cycle. Hi all, welcome to CCPLUS. Today we are going to discuss about the topic water, a precious resource. Namakariyalle, water is a precious resource. It is essential for the existence of life. All the living beings, human beings, other animals and plants need water to live. Without water, there would be no living things on earth. Water അത്രയും പ്രഷ്യസ് ആയിട്ടുള്ളൊരു റിസോഴ്സ് ആണ്. വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? കുറച്ച് സമയമൊക്കെ പിടിച്ചു നിൽക്കാം അല്ലേ? അതിനുശേഷമോ? സോ ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ്. All the living things, whether it's human beings, other animals or plants, they need water to live. And without water, there would be no living beings on earth. Water namakariam colorless ആയിട്ടുള്ള, tasteless ആയിട്ടുള്ള, odorless ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ്. There is a famous quote, jal hai to kal hai, jal hai to kal hai. If you have water, you can think of the future. If you have water, you can think of the future. വെള്ളമില്ലാതെ വന്നാലോ ഒരു ജീവി പോലും ഈ ഭൂമിയിൽ അവശേഷിക്കുകയില്ല. So we have to conserve it. And we all know that World Water Day, it is celebrated on 22nd of March. Why do we celebrate World Water Day? വെള്ളം ഉപയോഗിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ വെള്ളം എന്നുള്ള ഒരു റിസോഴ്സിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, അത് കൺസർവ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേൾഡ് വാട്ടർ ഡേ എല്ലാ വർഷവും മാർച്ച് 22 ആഘോഷിക്കുന്നത്. സോ വേൾഡ് വാട്ടർ ഡേ ഇസ് സെലിബ്രേറ്റഡ് ഓൺ 22nd of March. So water on Earth's surface. We know that there is fresh water and salt water. Fresh water ഉണ്ട്, saline water or salt water ഉണ്ട്. എന്താണ് വ്യത്യാസം? Fresh water is the pure and naturally occurring water on Earth's surface. In rivers, എവിടെയൊക്കെയാണ്? In rivers, lakes and underground as groundwater. Underground water അല്ലെ ഗ്രൗണ്ട് വാട്ടർ ആയിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. And coming to salt water, it is also called the saline water. Salt water is also called the saline water, which consists of some amounts of dissolved salt in it. Salt water is present in, നമുക്കറിയാം, oceans, seas. Okay, so fresh water and salt water ന്റെ ഡിഫറൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. Now the origin of water. The origin of water is found to be from a type of meteorite. ഒരു ടൈപ്പ് മീറ്റിയോറൈറ്റിൽ നിന്നാണ് വാട്ടറിന്റെ ഒറിജിൻ എന്നാണ് നാം കണ്ടെത്തിയിട്ടുള്ളത്. The major sources of water for human use are lakes, rivers and ponds. നമ്മൾ എവിടെ നിന്നാണ് വാട്ടർ നമ്മൾ പ്രധാനമായും കളക്ട് ചെയ്യുന്നത്? ലേക്സ്, റിവേഴ്സ്, വെൽസ്, പോണ്ട്സ് അല്ലേ? ഓക്കെ. And the chemical composition of water in earth is same as that of some meteorites. നമ്മൾ പറഞ്ഞു the origin of water is found to be from a type of meteorite. അപ്പം മീറ്റിയോറൈറ്റിലുള്ള അതേ ഒരു കോമ്പോസിഷൻ തന്നെയാണ് എർത്തിലുള്ള വാട്ടറിന്റെ കെമിക്കൽ കോമ്പോസിഷനും. ആൻഡ് ദ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് അവൈലബിലിറ്റി ഓഫ് വാട്ടർ, വെള്ളം എത്ര ശതമാനമാണ് ഭൂമിയിൽ പ്രസന്റ് ആയിരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ 71% ഓഫ് എർത്ത് കൺസിസ്റ്റ് ഓഫ് വാട്ടർ. 71% വെള്ളം ഭൂമിയിലുള്ളത്. അതിൽ ആ 71%ത്തിൽ ഔട്ട് ഓഫ് ദിസ് 71%, 97% water is in oceans and seas. Remaining 3% is the fresh water in forms of lakes and rivers.
അപ്പം ആ 71% ഭൂമിയിൽ പ്രസന്റ് ആയിരിക്കുന്ന ആ വാട്ടറിൽ തന്നെ 97% സെലൈൻ വാട്ടർ ആണ്. ഓഷ്യൻസിലും സീസിലും ഒക്കെ കാണുന്ന സെലൈൻ വാട്ടർ ആണ്. റിമൈനിങ് 3% മാത്രമാണ് പോർട്ടബിൾ വാട്ടർ. പോർട്ടബിൾ വാട്ടർ എന്താണ്? Which is in the form of drinking. Okay, then out of this 3% of fresh water, 30% is groundwater. Groundwaterന്റെ പ്രത്യേകത എന്താണ്? It's not easily accessible. നമുക്ക് പെട്ടെന്ന് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. We need equipments for that. ബോർവെൽസും ഒക്കെ ആവശ്യമായിട്ടുണ്ട്. So out of these 3 potable water or fresh water, 30% is groundwater, and that is not easily accessible. And 69 are in the form of glaciers. Glaciers എന്താണ്? മഞ്ഞുമലകൾ, icebergs. And that is also not easily accessible. അത് ഇവിടെയൊക്കെ ഉണ്ടോ? ഇല്ല. പോളർ റീജിയൻസിലൊക്കെയല്ലേ ഉള്ളത്. And out of the remaining 1% of water, only 0.006% 0.006% is used by the people for their uses. അപ്പം എത്ര കുറവാണല്ലേ ജനങ്ങൾക്ക് ഉപയോഗിക്കുവാനുള്ള, നമുക്ക് ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള വെള്ളത്തിന്റെ ശതമാനം നോക്കിക്കേ. 0.006%. See this pie diagram നോക്കിക്കേ. All the water on earth, അതിൽ തന്നെ unusable ആണ് 99%. And water usable by human beings എന്ന് പറയുന്നത് only 1%. അതിൽ തന്നെ 99% ഗ്രൗണ്ട് വാട്ടർ ആണ്. ആൻഡ് ലേക്സിൽ 0.86%, റിവേഴ്സിൽ 0.02%. അപ്പം വളരെ കുറവാണല്ലേ നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ട് ലഭിക്കുന്ന പോർട്ടബിൾ വാട്ടർ എന്ന് പറയുന്നത്, വളരെ കുറവാണ്. ആൻഡ് നൗ വാട്ടർ സൈക്കിൾ. എന്താണ് വാട്ടർ സൈക്കിൾ? വാട്ടർ സൈക്കിൾ ഇസ് ദ ഓവറോൾ പ്രോസസ് ഇൻ വിച്ച് വാട്ടർ സർക്കുലേറ്റ്സ് ആൻഡ് ഇസ് മെയിൻറ്റെയിൻഡ് ഫോർ ഇയേഴ്സ് ടു യൂസ്. വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്ന കാര്യം നമുക്കറിയാം അല്ലേ? ഇവാപറേഷൻ, കണ്ടൻസേഷൻ, ട്രാൻസ്പിറേഷൻ പോലെയുള്ള പ്രോസസ്സിലൂടെ വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് വർഷം നമുക്ക് വാട്ടർ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. So the various processes involved in the water cycle are evaporation, condensation, precipitation. Precipitation ഏതൊക്കെ ഫോംസിലാണ്? Rain, hail, okay, and transpiration. Transpiration എന്താണ്? ചെടികളിൽ നിന്നും വെള്ളം നഷ്ടപ്പെടുന്നത്. Okay, evaporation. Evaporation is the process in which liquid phases change to a gaseous phase. And transpiration, it's the process by which water evaporates from the surface of leaves through tiny pores called stomata. Stomata എന്ന് പറയുന്ന ചെറിയ ടൈനി പോർസ് വഴി ലീവ്സിൽ നിന്നും വെള്ളം നഷ്ടമാകുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ് പറയുന്നത്. ഇവാപറേഷൻ തന്നെയാണ്, ഇവാപറേറ്റ് ചെയ്ത് പോവുകയാണ്. എവിടുന്നാണ്? ലീവ്സിൽ നിന്നും ത്രൂ സ്റ്റൊമേറ്റൽ ഓപ്പണിംഗ്. സ്റ്റൊമേറ്റ എന്ന് പറയുന്ന വളരെ സ്മോൾ ടൈനി പോർ ലൈക്ക് സ്ട്രക്ചേഴ്സിൽ നിന്നും ഇലകളിൽ വെള്ളം നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് കണ്ടൻസേഷൻ. കണ്ടൻസേഷൻ, the process of changing the physical state from gaseous to liquid phase is called condensation. നമുക്കറിയാം gaseous സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നതിനെയാണ് കണ്ടൻസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ കണ്ടു, ഇവാപറേഷൻ കണ്ടു, ട്രാൻസ്പിറേഷൻ കണ്ടു, കണ്ടൻസേഷനും കണ്ടു. നൗ precipitation. Precipitation പറഞ്ഞാൽ എന്താണ്? Precipitation occurs as a result of condensation. കണ്ടൻസേഷന്റെ ഫലമായി സംഭവിക്കുന്നതാണ് എന്ത്? Precipitation. So it occurs as a result of condensation of water vapor in the atmosphere, causing water droplets to become heavy. Water droplets ഇങ്ങനെ കണ്ടൻസ് ചെയ്ത് വളരെ ഹെവി ആയി മാറുകയും and fall down in the form of rain, snow, hail. അങ്ങനെ പല ഫോംസിൽ റെയിൻ, സ്നോ, ഹെയിൽ ആയിട്ടൊക്കെ കണ്ടൻസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ precipitation എന്ന് പറയുന്നത്. See, rain, snow, sleet, hail, ഡിഫറെന്റ് ഫോംസ് ആണ്. പ്രസിപ്പിറ്റേഷനിലെ ഡിഫറെന്റ് ഫോംസ് ആണ്. ആൻഡ് വാട്ടർ സൈക്കിള് നമുക്ക് കറക്റ്റ് ആയിട്ടൊന്ന് നോക്കാം. എന്തൊക്കെയാണ് വാട്ടർ സൈക്കിളിൽ നടക്കുന്ന പ്രോസസ്? ഓക്കെ, the water from the various water bodies on the earth gets evaporated because of sun's heat.
സൂര്യന്റെ ചൂടേറ്റ് വാട്ടർ ബോഡി ഹീറ്റ് ആവുന്നു. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? അതിലെ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്നു. The water in the form of vapors then cools down at a certain height and condenses to form clouds. അപ്പം ഒരു certain height എത്തുമ്പോൾ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്ന വേപ്പേഴ്സ് ഒരു ഹൈറ്റ് എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഇറ്റ് കണ്ടൻസസ് ടു ഫോം ക്ലൗഡ്സ്. കണ്ടൻസ് ചെയ്ത് ക്ലൗഡ്സ് ആയി, മേഘങ്ങളായി മാറുന്നു. The water keeps condensing to form clouds and it keeps on condensing to form clouds. But when too much water gets accumulated, ഒരുപാട് വെള്ളം അതിൽ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ, ക്ലൗഡ്സിൽ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ, the clouds become heavy and then the water falls from the sky in the form of rain, snow and hail. അത് precipitate ചെയ്യും. വളരെയധികം അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ, വേപ്പേഴ്സ് ഇങ്ങനെ കണ്ടൻസ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ, ക്ലൗഡ്സ് ആയിട്ട് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ, the clouds become heavy at a certain point. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? The water falls from the sky in the form of mainly rain and sometimes snow, hail, etc. Then the water then gets collected in oceans. Rain ആയിട്ടൊക്കെ മാറി it gets collected in the oceans, lakes, ponds. In due course, this water again gets evaporated, initiating the wall process. Okay, ഈ wall process പിന്നെയും ഇങ്ങനെ ഒരു സൈക്കിൾ പോലെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. Okay, that's why it's called water cycle. See, the water cycle. വാട്ടർ കളക്ട് ചെയ്തു, ഇത് ഇവാപ്പറേറ്റ് ചെയ്യുന്നു. ഇവാപ്പറേറ്റ് ചെയ്തത് മുകളിൽ ചെന്ന് കണ്ടൻസ് ചെയ്ത് ഒരു സർട്ടൻ പോയിന്റ് കഴിയുമ്പോൾ ക്ലൗഡ്സ് വളരെ ഹെവി ആയിട്ട് ഇറ്റ് ഗെറ്റ്സ് precipitation. Precipitation ഏതൊക്കെ ഫോമിലാകാം? റെയിൻ്റെ ഫോമിലാകാം, ഹെയിലിൻ്റെ ഫോമിലാകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ഒരുപാട് ക്ലാസ്സസ് നിങ്ങൾക്ക് CC+ലൂടെ ലഭിക്കുന്നതാണ്. CC+ ട്യൂഷൻ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ പോയിട്ട്. പിന്നെ നിങ്ങൾ ഏത് നാട്ടിലായിക്കോട്ടെ, നിങ്ങൾക്ക് CC+ ട്യൂഷനിലൂടെ വളരെയധികം മികച്ച ക്ലാസ്സുകൾ ലഭിക്കുന്നു. ക്ലാസ്സസ് 5 to 10th സ്റ്റേറ്റ് ആൻഡ് CBSE, ബോത്ത് സ്റ്റേറ്റ് ആൻഡ് CBSEക്ക് നമ്മൾ മികച്ച ക്ലാസ്സുകളാണ്, മികച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ മികച്ച ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും താങ്ക് യു.